സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ അതുപോലെ കഴിഞ്ഞാൽ അത് ചെങ്കുടിയുടെ മാർഗമല്ല, ചെങ്കുടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കരയിലും മുനിയൻകുന്നിലും കാവമ്പായിലും മുണ്ടിയത്തും തെലങ്കാനയിലും തേറാതയിലും ചുഴനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരയെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത്. ആ ചെങ്കുടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും അതിനും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നിലപാട്, ആ നിലപാട് CPIക്കുണ്ട്, ആ നിലപാട് CPM ഉണ്ടാകണം. ഈ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഒന്ന് പറഞ്ഞതാണ് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോൻ. എന്തുകൊണ്ടാണ്? സത്യമായതുകൊണ്ട് CPI അകത്ത് തന്നെ UDF-ലേക്ക് പോകണമെന്നാണ് ഒരു അഭിപ്രായമുണ്ടോ? CPIയുടെ നിലപാടെടുക്കുന്നത് ഇങ്ങനെയല്ല. അങ്ങനെ ദേശീയ മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ ഈ പോകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ അതിന് തള്ളുന്നതായിട്ട് പൂർണ്ണമായ ഒരു ഇല്ല. നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറച്ച രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം LDF രാഷ്ട്രീയമാണ്. LDFിൻ്റെ ഭാഗമായിട്ടും LDF ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുമ്പോട്ട് വരാൻ പറ്റുമെന്ന് CPIക്ക് ഉറപ്പാണ്. CPIയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയല്ല, ഒരു കമ്മിറ്റി യോഗത്തിൽ വെച്ചുമല്ല. അത് പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടി കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാ വീക്ഷണങ്ങളും എല്ലാ നിരീക്ഷണങ്ങളും ചർച്ചയ്ക്ക് വയ്ക്കാനുള്ള അവകാശം എല്ലാ പ്രതിനിധികൾക്കും മുമ്പ് എല്ലാ പാർട്ടിക്കാർക്കും. നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തെ ശൈലിയെ പറ്റി. മികച്ച ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കുടിക്ക് നാണക്കേടാണ് എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം വിശദീകരിച്ചു. പക്ഷെ ആ പ്രസ്താവനയ്ക്ക് വലിയ മാനങ്ങളുണ്ട്. ചെങ്കുടിക്ക് നാണക്കേടെന്ന് പറയുമ്പോൾ പൊതുവായി CPIയും ഉൾപ്പെടെ ഇടത് പക്ഷത്തെ മുഴുവൻ നാണക്കേടാണ്. അതിന്റെ അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അതുപോലെ കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കുടിയുടെ മാർഗമല്ല, ചെങ്കുടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും മുഞ്ചിയത്തും തെലങ്കാനയിലും തേറാതയിലും ചുഴനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരക്കെടുത്തുണ്ടാക്കിയ പാർട്ടികൾ. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത്. ആ ചെങ്കുടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPM ഉണ്ടാകാം. ഈ ചെങ്കുടി തണലോട് ഏത് ചെങ്കുടി, ഇപ്പൊ ചെങ്കുടി തണൽ എന്ന് പറഞ്ഞു, ഏതാണ് ആരുടെ ചെങ്കുടിയാണ് പിടിക്കുന്നത്? CPM-ന്റെ ആണോ CPI-യുടേതാണോ? അതൊക്കെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ചെങ്കുടി ചെങ്കുടി, ആ ചെങ്കുടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കുടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. താങ്കൾ എത്ര ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രസ്താവിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കാത്തതൊന്നും ചോർത്തിയെടുക്കാമെന്നോ പറയിപ്പിക്കാമെന്നോ താങ്കൾ ശ്രമിക്കേണ്ടതില്ല. അത് നിഷ്ഫലമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് ചെങ്കുടിയുടെ മാർഗമല്ല. ഇത്ര ഗുരുതരമായ വെളിപ്പെടുത്തൽ മനുവിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ട്. CPM-ന്റെ സംസ്ഥാന മനുവിനും ഒക്കെ നിങ്ങളുടെ കാര്യം, എന്റെ കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ്. ഈ മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനായിട്ട് വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ അർത്ഥമൊന്നുമില്ലല്ലോ. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സഖാവ് അച്യുത മേനോനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം. അത് പറഞ്ഞു. അതിനപ്പുറം പിണറായി വിജയൻ മോശക്കാരനാണെന്നല്ല. കേരളത്തിന്റെ വികസനത്തിലും കേരളത്തിലെ വളർച്ചയിലും ഏറ്റവും ഭാവനാപൂർവ്വം വഴികണ്ടെത്ത മുഖ്യമന്ത്രി അച്യുത മേനോനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പുതിയ കാര്യമല്ല. ആ ചർച്ചയിലേക്ക് പോകണ്ട. നമുക്ക് ഇല്ല. തുടർഭരണം ജനങ്ങൾ കൊടുത്തതാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയെ നിറവേറ്റും. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CPIക്ക് ഇത്തരത്തിൽ രൂക്ഷമായ വാക്കുകൾ പ്രതികരിക്കേണ്ടി വരുന്നത് ഒരു രൂക്ഷതയില്ലല്ലോ. രൂക്ഷത എവിടെയാണ്? രൂക്ഷത നിങ്ങൾ ആലോചിക്കുന്നതാണ്. ഏറ്റവും ശ്രവ്യമായ ഭാഷ, ഏറ്റവും ഉചിതമായ ഭാഷ, ഏറ്റവും രാഷ്ട്രീയമുള്ള ഭാഷ. രൂക്ഷത എവിടെയുണ്ട്? ഇതിന് രൂക്ഷത വർത്തറിയാം. പക്ഷെ അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൻ്റെ ഭാഷയും ഭാവവും രൂപവും മാർഗവും ഒക്കെ അറിയാം. CPIക്കും അറിയാം, CPM-നും അറിയാം. ഞങ്ങൾ തിരുത്തി മുന്നേറും. തിരുത്തൽ വേണം. പക്ഷെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വമാണ് CPM-ന്റെ. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മാധ്യമങ്ങളെ പഴിചാരുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. ഞങ്ങൾ ജനങ്ങളെ അവരുടെ വിധിയെടുത്ത് നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് കാരണം ഞങ്ങളെ പിന്നാക്കി പോകുന്നത് വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും.
അതാണ് CPI യുടെ പ്രവൃത്തി.